السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, വിശേഷിച്ച് സ്വന്തം ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുവാൻ പരമാവധി ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ആഗതമായിരിക്കുകയാണ്. ചെറിയ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ റമദാനിലെത്തും. വിശ്വാസികളുടെ മനസ്സ് സന്തോഷം കൊണ്ട് അലതല്ലേണ്ട അവസരമാണ്, സന്ദർഭമാണ്. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ അള്ളാഹു നൽകിയ ഒരവസരമായി വേണം റമദാനിനെ കാണാൻ. നമ്മുടെ മനസ്സിലിപ്പോൾ സന്തോഷവും സമാധാനവും ആഹ്ലാദവും അലതല്ലുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പരിശോധിക്കാനുള്ള മാർഗം. റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നില്ല. റമദാനിൻ്റെ സവിശേഷത വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാനിലെങ്കിലും വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം, ആ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പുനഃപരിശോധന നടത്താൻ നമ്മളെല്ലാവരും തയ്യാറാവണം. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് മാത്രമാണ് റമദാനിൻ്റെ സവിശേഷത. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. ഒരുപാട് കാരണങ്ങൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ പല ദിവസങ്ങൾക്കും മാസങ്ങൾക്കും പ്രാധാന്യമായി കടന്നു വരാം. എന്നാൽ ഏറ്റവും പരിശുദ്ധമായ മാസം റമദാൻ, ആ റമദാനിൻ്റെ സവിശേഷത ഖുർആൻ മാത്രമാണ്. ഖുർആൻ്റെ അവതരണം സംഭവിച്ചു എന്നത് മാത്രമാണ് അതിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ ആ സവിശേഷത, അതിനെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാനിൽ നമ്മുടെ ചിന്ത മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഉപരി ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ആയിരിക്കണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, നമുക്ക് പരിചയമുള്ളതാണ്. പക്ഷേ ആ പരിചയം കേവല പരിചയം മാത്രമാണ്. അള്ളാഹുവിൻ്റെ കലാം എന്ന നിലക്ക് ഖുർആനിനെ മനസ്സിലാക്കാൻ നമുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് നാം ഓർക്കേണ്ട ഒന്നാമത്തെ വിഷയം. അള്ളാഹുവിൻ്റെ കലാം അഥവാ സംസാരം. അള്ളാഹു സംസാരിക്കുകയാണ് നമ്മോട്. ആ സംസാരം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ, ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ, അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഒരു സമുദ്രത്തോടാണ് ചില പണ്ഡിതന്മാർ അതിനെ ഉപമിച്ചിട്ടുള്ളത്. വലിയൊരു സമുദ്രം. ആ സമുദ്രത്തിൻ്റെ തീരത്ത് ചെന്ന് നിന്ന് ചിലർ അതിൻ്റെ മനോഹാരിതയെപ്പറ്റി പറയും. മാഷാ അല്ലാഹ്, എത്ര രസമാണ് ഈ സമുദ്രത്തിൻ്റെ തീരം, കടൽ തീരം. അതിനെക്കുറിച്ച് വാചാലമാകും, ആനന്ദമുള്ളവരായി തീരും. മറ്റു ചിലർ
അതിനെ തൊട്ടുനോക്കും, ആ സമുദ്രത്തിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി മുഖം കഴുകും, അല്ലെങ്കിൽ കാലിട്ട് കളിക്കും. അങ്ങനെ ഒരു നിർവൃതിയാണ് ചിലർക്ക്. മറ്റു ചിലർ സമുദ്രത്തിലേക്ക് ഇറങ്ങും, അതിൽ കുളിക്കും, കളിക്കും. നമ്മളൊക്കെ മംസാറിലും ജുമേറയിലുമൊക്കെ ബീച്ചിൽ പോയാൽ ചെയ്യാറുള്ളത് പോലെ ഒന്ന് കളിക്കും, അല്ലെങ്കിൽ ഒന്ന് കുളിക്കും. അതൊരു നിർവൃതിയാണ്. മറ്റു ചിലർ അതിലേക്കിറങ്ങി കണ്ണെത്താ ദൂരത്തേക്ക് സഞ്ചരിക്കും. എന്നിട്ട് അതിൽ നിന്ന് നല്ല ഭക്ഷണമായ മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് തിന്നുകയും വിൽക്കുകയും ചെയ്യും. കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ചിലരെ കാണാം, സമുദ്രത്തിൻ്റെ ആഴിയിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലും. അവിടെയാണ് ഏറ്റവും വിലപിടിപ്പുള്ള മുത്തും പവിഴവുമുള്ളത്. അതവർ കോരി കൊണ്ടുവരും, എന്നിട്ട് വിൽപ്പന നടത്തും. വമ്പിച്ച സമ്പന്നരാകും, സമൃദ്ധിയുള്ളവരാകും. ഇതാണ് റമദാൻ. നാം റമദാനിനെക്കുറിച്ച് പലപ്പോഴും വാചാലമാകാറുണ്ട്. റമദാൻ്റെ ആരോഗ്യവശം വല്ലാതെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഖുർആൻ്റെ ആ സമർത്ഥന രീതിയെക്കുറിച്ച് നമ്മൾ വല്ലാതെ പറയാറുണ്ട്. ഖുർആൻ വല്ലാത്ത ഒരു ഗ്രന്ഥമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഖുർആനിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും ഖുർആനെക്കുറിച്ച് വാചാലമാകുന്നത്. ഖുർആനിൽ അവർ വിശ്വസിക്കൊന്നുമില്ല, എന്നാലും പറയും ഖുർആൻ അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശ്വാസമില്ലാത്ത ആളുകൾ അവർ യഥാർത്ഥത്തിൽ കരക്ക് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ കരയുടെ മനോഹാരിതയാണ് അവർ കാണുന്നത്. നമുക്കറിയാം, നമ്മിൽ തന്നെ ചിലർ ഖുർആനെ തൊട്ടു നോക്കാറുണ്ട്. ചില ആളുകൾ അതിനെ മാറോടടക്കി പിടിക്കാറുണ്ട്, അതിനെ ഉമ്മ വെക്കാറുണ്ട്, അല്ലേ? ചില ആളുകളെങ്കിലും അത് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ആഴിയിലേക്ക് പോയി മുത്തും പവിഴവും പൊറുക്കാറില്ലെങ്കിലും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. മറ്റത് വളരെ ന്യൂനപക്ഷമാണ്. നമ്മൾ സഹോദരങ്ങളെ, ഈ ഖുർആനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഈ സമയത്ത് നമുക്കുണ്ടാകേണ്ടത്. എപ്പോഴാണ് ജീവിതം അവസാനിക്കുക എന്ന് നമുക്കറിയില്ല. അടുത്ത റമദാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്നറിയില്ല. ഈ റമദാനിലെങ്കിലും ഖുർആനെക്കുറിച്ച് ചിന്തിച്ച് അത് പഠിക്കുവാനുള്ള അവസരം, സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തീരാ നഷ്ടത്തിലായിരിക്കും നാം എന്ന ബോധം നമുക്കുണ്ടാകണം. പലതരത്തിലുള്ള എക്സ്ക്യൂസുകളാണ് നമ്മുടെ മനസ്സിൽ ഇത് പറയുമ്പോൾ പൊന്തി വരുന്നത്. ഞങ്ങളിവിടെ ഖുർആൻ പഠിക്കാൻ വന്നവരല്ല, ജോലി ചെയ്യാൻ വന്നവരാണ്. ഞങ്ങളെ കുട്ടികൾക്ക് അന്നം തേടി വന്നവരാണ്. ഞങ്ങൾക്ക് സമയമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ, വിശ്രമിക്കാൻ പോലും സമയമില്ല. ഒരുപാട് എക്സ്ക്യൂസുകൾ വരും. മറ്റു ചിലർ പറയും, ഞങ്ങൾക്ക് അതിൻ്റെ ഭാഷ മനസ്സിലാവില്ല, വായിക്കാൻ അറിയില്ല, അറബി പഠിച്ചിട്ടില്ല. അറബി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വായിക്കാനേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഒരുപാട് എക്സ്ക്യൂസുകൾ കടന്നു വരും. അവിടെയാണ് നാം നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മുടെ ഖൽബ് തുറന്ന് ഈ എക്സ്ക്യൂസുകളെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ ഒഴിവ് കഴിവുകളെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഖൽബ് തുറന്നിട്ട് ആലോചിക്കേണ്ട, വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര തിരക്കുള്ള മനുഷ്യനും നമുക്കറിയാം, ഹത്താ സുർത്തുമുൽ മഖാബിർ, തിരക്ക് അവിടെ അവസാനിക്കും. അവിടെ നമ്മുടെ തിരക്കില്ലല്ലോ. എത്ര തിരക്കിയാലും അവിടെ അവസാനിക്കും. അതോടുകൂടി എല്ലാം നിശ്ചലമാവുകയാണ്. ആ നിശ്ചലമാകുന്നതിന് മുമ്പ് ഈ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും, ഇതാ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശമാണ്. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ മനസ്സുകളിലുള്ള രോഗത്തിന് ശമനമാണ്. വഹുദൻ, സന്മാർഗമാണ്. വറഹ്മ, കാരുണ്യമാണ്. ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കെന്ന് പറഞ്ഞ അതിനെക്കുറിച്ച് ഈ സതുപദേശം, ഈ ഷിഫ, ഈ ഹുദ, ഈ റഹ്മത്ത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്ക് വേണോ വേണ്ടേ എന്ന്. അള്ളാഹു നൽകുന്ന സതുപദേശമാണ് ഖുർആൻ. ഞാൻ പറഞ്ഞു, സംസാരമാണ് ഖുർആൻ. ഖുർആൻ പേജുകളിലുള്ള, കടലാസുകളിലുള്ള എഴുത്താണ് ഖുർആൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. യഥാർത്ഥത്തിൽ അല്ല. ഇപ്പോഴും നമ്മൾ വിചാരിക്കണം അങ്ങനെ. നമ്മുടെ മനസ്സിൽ ഖുർആൻ എന്ന് പറയുമ്പോൾ മുസ്ഹഫാണുള്ളത്, 2 ചട്ടക്കുള്ളിലുള്ള മുസ്ഹഫ്. അതല്ല ഖുർആൻ. അത് ഖുർആൻ്റെ ഒരു എഴുത്ത് രൂപം മാത്രമാണ്. ഖുർആൻ്റെ എഴുത്ത് രൂപമല്ല യഥാർത്ഥത്തിലുള്ള ഖുർആൻ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവതരിപ്പിച്ചത് കടലാസിലല്ലല്ലോ, പുസ്തകത്തിലല്ലല്ലോ, ഒരേടായി കൊടുക്കുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള മാതിരി ഫോണിലോ ഐപാഡിലോ ഒന്നും അല്ലല്ലോ ഉള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ അവതരിപ്പിച്ചത് നബിയുടെ ഖൽബിലായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പ്രയാസപ്പെട്ടത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൗഇളത്ത്, ഈ ഷിഫ, ഈ ഹുദ, ഈ റഹ്മത്ത്, ഇതാണ് യഥാർത്ഥത്തിൽ ഈ റമദാനിൽ നമുക്ക് വിഷയമാകേണ്ടത്. ഈ ഷിഫ, ഈ മൗഇളത്ത് എനിക്ക് കിട്ടണം. എൻ്റെ ഹൃദയത്തെ ഈ മൗഇളത്ത് കീഴടക്കണം. എൻ്റെ ജീവിതത്തിൽ ഈ മൗഇളത്ത് സ്വാധീനമുണ്ടാക്കണം. ഏതെങ്കിലും ഒരു ഉപദേശമല്ല ഇത്, ആരുടെയെങ്കിലും അഡ്വൈസ് അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ ഒരു കൗൺസിലർ അടുത്ത് പോയാൽ, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ, അയാൾ പറയുന്ന അഡ്വൈസുകൾ നമ്മൾ വല്ലാതെ സ്വീകരിക്കും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭക്ഷണത്തിലൊക്കെ നല്ല ഭക്ഷണമുണ്ട് കഴിക്കാൻ, നല്ല സൗകര്യമുണ്ട്, പക്ഷെ കഴിക്കൂല. എന്താ കാര്യം? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആ മൗഇളത്ത്, അത് മൗഇളത്താണ്, ഒരു ഉപദേശമാണ്, ഒരു അഡ്വൈസാണ്. അത് നമ്മൾ സ്വീകരിച്ചു, നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. എൻ്റെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മൗഇളത്ത് സ്വീകരിക്കുന്നതിലേക്ക് നമ്മൾ എത്താത്തത് വിഷയം അതാണ്. അത് നമുക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ. ഇത് മൗഇളത്താണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നില്ല, അതാണ് പ്രശ്നം. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. രണ്ടാമത്തേത് ഷിഫയാണ്. ഷിഫ തേടിയാണ് എല്ലാവരും നടക്കുന്നത്, എല്ലാവരും നടക്കുന്നത് അതാണ്. ഷിഫാഉൻ ലിമാ ഫിസ് സുദൂർ, കൃത്യമായി അല്ലാഹു പറഞ്ഞു. സുദൂറിനകത്തുള്ള കാര്യങ്ങൾക്കുള്ള ഷിഫയാണ് അത്. മനസ്സുകളിലുള്ള രോഗത്തിന് ശമനമാണ് ഖുർആൻ. ഇത് തേടിയല്ലേ നമ്മൾ നടക്കുന്നത്? ഭയങ്കര ടെൻഷൻ, ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രയാസം. എന്താ പരിഹാരം? ഖുർആനാണ് പരിഹാരം. നമുക്കതുകൊണ്ട് എത്തുന്നില്ല നമ്മുടെ അടുത്തേക്ക്. നമ്മുടെ സുദൂറുകളിലേക്ക് ഖുർആൻ എത്താത്ത, നമ്മുടെ മനസ്സുകളിലേക്ക് ഖുർആൻ എത്താത്ത ഒരു ദൗർഭാഗ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. മൂന്നാമത്തേത് ഹുദയാണ്, ഗൈഡ് ലൈനാണ്. എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം, നമുക്ക് വിശ്വാസമില്ല. ഇത് ഒരു പാരസെറ്റാമോളിലുള്ള വിശ്വാസം പോലും ഖുർആനിൽ നമുക്കില്ല. ആലോചിച്ചു, നമ്മളത് കുടിച്ച് കിടന്നുറങ്ങും. ഭയങ്കര തലവേദനയാണ്, പാരസെറ്റാമോൾ കുടിച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാ, ഉറങ്ങും. ആ ഒരു വിശ്വാസം പോലും ഖുർആനില്ല. അതുകൊണ്ടാണല്ലോ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ പറഞ്ഞ ഖുർആന്റെ വരികൾ പോലും നമ്മൾ മറന്നുപോകുന്നു. നേരെ മറിച്ച് ആ സമയത്ത് ഞാൻ ഉറങ്ങണമെങ്കിൽ, ഒരു സ്ലീപ്പിംഗ് പിൽസ് കുടിക്കണമെങ്കിൽ ഞാൻ കുടിച്ചിട്ടുണ്ടാവും, മറന്നുപോല. ഇത് മറന്നുപോകുന്നു. ഇത് ഷിഫയാണെന്ന് നമുക്ക് ബോധ്യമാകുന്നില്ല. ഹുദയാണ്, ഗൈഡ് ലൈൻ. ഗൈഡ് ലൈനാണ്. എന്താ ഗൈഡ് ലൈൻ? ഞാൻ ഏതിലൂടെയാണ് പോകേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു. നമുക്ക് വിശ്വാസമുണ്ടോ? ഇത് ഇല്ലല്ലോ. നമുക്കറിയാം, ഇന്ന് നമ്മൾ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ആദ്യം വണ്ടി കയറി ഇരുന്ന് ഗൂഗിൾ മാപ്പിലാണ് പോണേ. സ്ഥലം അടിച്ചെന്നാൽ ഗൂഗിൾ മാപ്പ് നമുക്ക് പറഞ്ഞു തരും എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ. കണ്ണു മുറുക്കി ചിമ്പയിലാണ് പോകും, യാതൊരു സംശയവും നമുക്കില്ല. ആ ഒരു വിശ്വാസം നമുക്ക് ഖുർആനെ കുറിച്ചുണ്ട് ഇല്ലല്ലോ. ഗൂഗിൾ മാപ്പിൻ്റെ കുറിച്ച്, ഗൂഗിൾ മാപ്പ് നൽകുന്ന ഒരു ഗൈഡ് ലൈൻ, ആ ഗൈഡ് ലൈനിലുള്ള വിശ്വാസം പോലും ഹുദയാണെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ നമുക്കില്ല. ഖുർആനെ കുറിച്ച് നമുക്കില്ല. അവസാനം പറഞ്ഞത് വറഹ്മ, അത് കാരുണ്യമാണ്. ആർക്ക് കാരുണ്യം? ആർക്കാ കാരുണ്യം? നമ്മൾ ആലോചിക്കേണ്ടതാണ് സഹോദരന്മാരെ. ഞാൻ ഈ സൂചിപ്പിക്കുന്നത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ട. ഈ ഖുർആനെ ഈ രീതിയിലുള്ള ഒരു 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 സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഖുർആൻ, ഒരുപാട് വയസ്സായ ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്, ചെറുപ്പക്കാർ ഒരുപാടുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സുണ്ടല്ലോ, എന്തിനാണ് നമ്മൾ ചെലവഴിച്ചത് എന്ന ചോദ്യമുണ്ടാവും. എന്തിന് ചെലവഴിക്കുന്നത്? നമ്മൾ പറയും മാത്തമാറ്റിക്സ് പഠിച്ചു, ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ബയോളജി പഠിച്ചു, മെഡിസിൻ പഠിച്ചു. മൈക്രോ കാലഘട്ടമാണ്, മൈക്രോ എഞ്ചിനീയറിങ്ങുകളുടെ കാലഘട്ടം. സാധാരണ എഞ്ചിനീയറിംഗ് ഒക്കെ പോയി, സാധാരണ സയൻസും ഫിസിക്സും ബയോളജിയും മൈക്രോ ബയോളജിയാണ്. ഒക്കെ മനുഷ്യൻ റെഡിയാണ് എല്ലാം. പക്ഷെ നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഗൈഡ് ലൈൻ ഒന്ന് തുറന്നു നോക്കാൻ. അതിലുള്ള മൈക്രോ ബയോളജിയെക്കുറിച്ചോ അതിലുള്ള മൈക്രോ ഫിസിക്സിനെ കുറിച്ചോ നമ്മൾ നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. അവിടേക്കാണ് നാം കടന്നു വരേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതിന് വല്ലാതെ സമയമൊന്നും വേണ്ട, നമ്മളൊന്ന് തയ്യാറായാൽ മതി. സൗകര്യങ്ങൾ ഒരുപാട് അള്ളാഹു നൽകി നമ്മളെ പരീക്ഷിക്കുന്നു. ഞാനത് പലപ്പോഴും പറയാറുണ്ട്. അൽമനാർ സെൻ്ററൊക്കെ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്, ശക്തിയുള്ള പരീക്ഷണം. എന്തിന്? ഖുർആൻ പഠിക്കുമോ എന്നറിയാനുള്ള പരീക്ഷണം, ഖുർആൻ ജീവിതത്തിലേക്ക് എത്തിക്കോ എന്നറിയാനുള്ള പരീക്ഷണം, ഖുർആൻ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുമോ എന്നറിയാനുള്ള പരീക്ഷണം. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, ഒരു ആയത്ത് ഖുർആനിൽ നമുക്കൊരു ദിവസം പഠിച്ചൂടെ? ആരാ കഴിയാത്തവരിവിടെ? ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പറയും ഒരായത്ത്. എന്താ ഇപ്പോൾ ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ, ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇതൊക്കെയാണ് ഞാൻ പറയുന്ന ഒരായത്ത് എന്ന് പറഞ്ഞു.
ഒരായത്ത് പഠിച്ചൂടെ? അങ്ങനെ പഠിക്കാൻ പറ്റാത്ത ആരുമില്ല. അത് ചെറുതാണ്, ശരി 2 ആയത്താക്കാം, 2 ആയത്ത് പഠിച്ചൂടെ ഒരു ദിവസം? നമ്മൾ പറ്റൂല എന്ന് പറയരുത്. നമ്മൾ ഇതിനേക്കാളൊക്കെ ടഫായ പല സബ്ജക്റ്റുകളും പഠിക്കാറുണ്ട്, നമ്മൾ തലയിലേക്ക് കയറ്റാറുണ്ട്, നമ്മൾ മനസ്സിലാക്കാറുണ്ട്, കാണാതെ പഠിക്കാറുണ്ട്, ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും മറന്നിട്ടുണ്ടോ? പാസ്വേഡ് ആരും മറന്നിട്ടില്ലല്ലോ. ആരും മറന്നിട്ടില്ല. ഇമെയിലിന് എല്ലാവർക്കും പാസ്വേഡ് ഇല്ലേ? ആരും മറന്നിട്ടില്ല. മറക്കാറില്ല. എന്താ? അത് മറക്കേണ്ടതല്ല. നമുക്കറിയാം. നമ്മൾ എ ടി എമ്മിൽ ചെന്നാൽ നമ്മൾ ആരെങ്കിലും പാസ്വേഡ് മറക്കാറുണ്ടോ? പിന്നെ ടൈപ്പ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ അതിനെക്കുറിച്ച്? എളുപ്പമാണ്. അതിനേക്കാൾ എളുപ്പമാണ് സഹോദരന്മാരെ ഖുർആൻ. 2 ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. ഇത്ര എളുപ്പമുണ്ട്. ആ 2 ആയത്ത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ നമ്മൾ തീരുമാനിച്ചാൽ, ഒരു ദിവസം 2 ആയത്ത് പഠിക്കാൻ നാം തീരുമാനിച്ചാൽ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആവശ്യമുള്ളത് 8 വർഷവും 9 മാസവും 18 ദിവസവുമാണ്. ബസ് 8 വർഷവും 9 മാസവും 18 ദിവസവും ഉണ്ടായാൽ 2 ആയത്ത് ഒരു ദിവസം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഖുർആൻ ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ അടക്കമുള്ളവരോടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇത് കേവലം ഒരു വർത്തമാനമായി മാറരുത്. ഈ റമദാനിലെങ്കിലും നമുക്കൊരു പുതിയ ഒരു യുഗമുണ്ടാകണം. അള്ളാഹുവിനോട് നമുക്ക് പറയാൻ കഴിയണം, ഞാൻ തുടങ്ങിയിട്ടുണ്ട് പഠിക്കാൻ, അള്ളാഹുവെ നീ സഹായിക്കണം. അള്ളാഹു സഹായിക്കും. നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. നമ്മുടെ കൽബ് ശരിയാണെങ്കിൽ, റെഡിയാണെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും. ഒരു സംശയവും വേണ്ട. ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒന്നുകൂടി സുഖമുള്ളവർക്കൊരു 3 ആയത്ത് പഠിക്കാം. 3 ആയത്ത് ഒരു ദിവസം പഠിച്ചാൽ 5 വർഷമാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടത്. 5 വർഷവും 10 മാസവും ഉണ്ടെങ്കിൽ ഖുർആൻ പഠിക്കാം. ഞാൻ പറയും, ഇത് അത്ര ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമുള്ള കാര്യമാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. ഖുർആൻ പഠിക്കാൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞത് തീർച്ചയായും എളുപ്പമാക്കിയിരിക്കും. തീർച്ചയായും എളുപ്പമാക്കിയ ഇതിനെ ഈ വിശുദ്ധ റമദാനിൽ, ഈ വർഷത്തെ വിശുദ്ധ റമദാനിൽ നമുക്ക് സാധിക്കേണ്ടത് അതായിരിക്കണം. പല പുതുമകളും റമദാനിൽ കടന്നു വരാറുണ്ട്. ഈ വർഷത്തെ പുതുമ അങ്ങനെയാകട്ടെ. ഈ വർഷം ഞാൻ ഖുർആൻ പഠിക്കാൻ ആരംഭിക്കുകയാണ്. ഞാൻ ഒരുപാട് അവഗണിച്ച ഒരു കാര്യമാണത്, ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണത്. അത്തരത്തിലുള്ള ഒരു ചിന്ത തീർച്ചയായും നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ സ്പീഡിൽ പോകും. ഞാൻ ഈ പറഞ്ഞത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഈ കഴിഞ്ഞ വെക്കേഷനിൽ എനിക്കൊരു വല്ലാത്ത അനുഭവം ഉണ്ടായി. കോഴിക്കോട് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അൽമനാർ സെൻ്ററുണ്ട്. ആ സെൻ്ററിൽ കുറേ കുട്ടികളും കുറേ മനുഷ്യന്മാരും കുറേ സ്ത്രീകളും ഖുർആൻ പഠിക്കുന്നുണ്ട്. ഇത്ര വലിയ വിഭവങ്ങളില്ലെങ്കിലും ഒരു വലിയ സ്ഥാപനമാണ്. നമ്മളവിടെ ഒരു കോഴ്സ് ഈ വെക്കേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു സൂറത്ത് ഈ വെക്കേഷനിൽ പഠിക്കാം. ഒരു സൂറത്തുൽ കഹ്ഫാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. സൂറത്തുൽ കഹ്ഫിന് നമ്മൾ തീരുമാനിച്ചത് 11 ദിവസമാണ്. 11 ദിവസം എന്ന് പറഞ്ഞാൽ 11 × 24 അല്ല, നേരച്ച് 11 × 2 ആണ്. രാവിലെ 7 മണിക്കൊരു കുട്ടി അവിടെ വരും, 9 മണിക്ക് സെൻറ്ററിൽ ആ കുട്ടി തിരിച്ചു പോകും. അങ്ങനെ 22 മണിക്കൂർ കൊണ്ട് സൂറത്തുൽ കഹ്ഫ് 88 കുട്ടികൾ, 90 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്ത്. 88 കുട്ടികൾ സൂറത്തുൽ കഹ്ഫ് അതിൻ്റെ അർത്ഥവും തഫ്സീറും അടക്കം പഠിച്ചു. ഞാൻ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു. കഴിഞ്ഞു, അവർക്ക് സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞു. ഇപ്പൊ അവര് എന്തോ ഒരു സന്തോഷത്തിലാണെന്നറിയും. വെള്ളിയാഴ്ച ആയാൽ ഇനി മുസ്ഹഫ് എടുക്കണ്ട. അതിലേറെ അത്ഭുതം മുസ്ഹഫ് എടുക്കണ്ട എന്നുള്ളതല്ല, അവര് അതിന്റെ കൂടെയാണ്. ഇപ്പം സൂറത്തുൽ കഹ്ഫിന്റെ കൂടെയാണ്. കഹ്ഫ് അവർ ഉദ്ധരിക്കാത്ത ഒരു സ്ഥലവും. എവിടെ ചെന്നാലും അവർക്ക് കഹ്ഫിലുള്ള ഓരോ സംഭവങ്ങൾ അവർക്ക് പറയാനറിയാം. കഹ്ഫിലുള്ള ഓരോ ആയത്തുകൾ അവർക്ക് ഓതാനറിയാം. എന്ത് രസമാണെന്നറിയും. കുട്ടികളാണ്, വലിയ മുതിർന്ന ആളുകളല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് 11 ദിവസം കൊണ്ട് 22 മണിക്കൂർ കൊണ്ട് നമ്മളൊക്കെ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ഓതന. ഈ സൂറത്തുൽ കഹ്ഫ് എന്ന ഒരു വലിയ സൂറത്ത്, അത് പഠിക്കാനും മനഃപാഠമാക്കാനും അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനും ഗ്രഹിക്കുവാനും തഫ്സീറൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇത് സാധ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ സഹോദരന്മാരെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി.
അതുകൊണ്ട് ഈ ഒരു അള്ളാഹു ഈ ഒരു കാര്യം പറഞ്ഞു തന്നിട്ട്, ഞാൻ നിങ്ങൾക്ക് ഇതാ ഒരു ഗ്രന്ഥം അവതരിപ്പിക്കുന്നു, ആ ഗ്രന്ഥം 4 ക്വാളിറ്റിയുള്ള ഗ്രന്ഥമാണെന്ന് പറഞ്ഞ ശേഷം അള്ളാഹു തആല പറയുന്നു, നബി അവരോട് പറയണം, ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അള്ളാഹുവിന്റെ അനുഗ്രഹവും കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഇത്. ഇങ്ങനെ 4 ക്വാളിറ്റീസ് ഇതിന് നൽകിയത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. വേറൊന്നിനും ഈ പറയുന്ന ഒരു സവിശേഷതകളുമില്ല. വേറുള്ളതൊക്കെ കേവലം സംസാരമാണ്. ആ സംസാരം നമ്മൾ എത്രയോ ശുഷ്കാന്തിയോടുകൂടി പഠിക്കും, വായിക്കും, നമുക്കറിയാം. എന്തുങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനും നിങ്ങളൊക്കെ പഠിച്ച ബയോളജി ടെക്സ്റ്റ് ബുക്കും ഓർമ്മല്ലേ? ഇന്ന് നിങ്ങളെ കുട്ടികൾ പഠിക്കുന്ന ബയോളജി ടെക്സ്റ്റ് ബുക്ക് നോക്ക്, തിയറികൾ മാറിയിട്ടുണ്ട്, മാത്തമാറ്റിക്സ് മാറിയിട്ട് ഒക്കെ മാറിയിട്ടുണ്ട്. മാറത്തൊന്നുമില്ല. അത്ഭുതമാണ് സംഗതി. ഇതിനൊരു മാറ്റവുമില്ലെന്ന് മാത്രമല്ല, ഇത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഫല്യഫ്റഹു, സന്തോഷിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഇങ്ങനെ ഒരു സാധനം കിട്ടി, ആ വിഷയത്തിൽ നമ്മൾ സന്തോഷിക്കണം എന്ന് മാത്രമല്ല, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അതൊരു വല്ലാത്ത വാക്കാണ്. നിങ്ങൾ എന്ത് സമ്പാദിച്ച് ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാളൊക്കെ ഹൈർ ഇതാണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സമയമാണ് ഒരു കച്ചവടക്കാരൻ ചെലവഴിക്കുന്നത് അയാളുടെ സ്ഥാപനത്തിൽ. അയാൾ കച്ചവടം ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ബിസിനസ്സുകാരൻ ഇത്ര സമയമാണ്, അല്ലെ? എന്തോരു ടെൻഷനാണ് അടിക്കുന്നത്. എന്തിനാണ് ടെൻഷൻ അടിച്ച്? എന്താണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു തആല ഇവിടെ പറയുന്നു, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ എന്തൊക്കെ സമ്പാദിക്കുന്നുവോ, സംഭരിക്കുന്നുവോ, ഒരുമിച്ച് കൂട്ടുന്നുവോ, അതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഹൈർ ഇതാണ് കേട്ടോ. ഏത്? 2-3 ആയത്ത് ഒരു ദിവസം പഠിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷവും 10 മണിക്കൂർ 10 മാസവും കൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാം. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ഇതിന് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون. അറബി ഭാഷയിലുള്ള ഖുർആൻ ഇതാ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. അതിലൊരുപാട് വഈദുകളുണ്ട്, വാർണിംഗ്സുകളുണ്ട്. എന്തിനാണത്? ലഅല്ലഹും യത്തഖൂൻ, അതിലേക്ക് എത്താനാണ്. ഇത് പഠിക്കണം എന്തിനാ? മനസ്സിലാക്കാൻ എന്തിനാ? ഉൾക്കൊള്ളുന്നത് എന്തിനാ? ഇതിത്രയും സവിശേഷതകൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്തിനാ? അതാണ് ലഅല്ലഹും യത്തഖൂൻ. അത് തന്നെയാണല്ലോ റമദാനിന്റെയും കാര്യം പറഞ്ഞത്, ലഅല്ലഹും യത്തഖൂൻ. അല്ലേ? എന്തിനാ റമദാൻ, എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലഹും. അതേ കാരണമാണ് വിശുദ്ധ ഖുർആനും പറഞ്ഞത്, ലഅല്ലഹും യത്തഖൂൻ. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അങ്ങനെ എത്തുക എന്നതായിരിക്കണം ഈ വർഷത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം. നമുക്കറിയാം, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പുണ്യമുണ്ട്. നമ്മളൊക്കെ അതിൽ വളരെ ബദ്ധശ്രദ്ധരാണ് റമദാനിൽ, അല്ലേ? റമദാനിൽ അത് എടുത്തു വെക്കാറുണ്ട്. പക്ഷെ റമദാൻ കഴിഞ്ഞാൽ നമ്മൾ പൂട്ടി വെക്കും. ഖുർആന്റെ പാരായണം പോലും ഒരു ഇബാദത്താണ്. ഖുർആനെ കുറിച്ച് ചിന്തിക്കാതെ, ആലോചിക്കാതെ, അർത്ഥമറിയാതെ, ആശയമറിയാതെ പാരായണം ചെയ്താൽ പോലും അത് ഇബാദത്താണ്. ഖുർആനുമായുള്ള നിരന്തരമായുള്ള ബന്ധം ഇബാദത്താണ്. ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് ഇബാദത്താണ്. ഖുർആൻ പഠിക്കുന്നത് ഇബാദത്താണ്. ഖുർആൻ മനപാഠമാക്കുന്നത് ഇബാദത്താണ്. ഖുർആൻ കേൾക്കുന്നത് പോലും, അല്ലേ? റഹ്മത്തിന്റെ കാരണമായി അല്ലാഹു തആല പഠിപ്പിച്ചത് എന്താ? വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ നിങ്ങൾ കേൾക്കണം. കേട്ടാൽ, ശ്രദ്ധിച്ചു കേട്ടാൽ, ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് എന്താ നമുക്ക് ഒരു ബോധം വരാത്തത്? നമ്മൾ സഹോദരന്മാരെ, നമ്മൾ ഈ ഖുർആനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. എപ്പോൾ? നമ്മുടെ മനസ്സിന്, നമ്മുടെ ഖൽബിന് വികാസവും വിശാലതയും ഉണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വായിക്കാത്തത്, ആവർത്തിക്കാത്തത്, കേൾക്കാത്തത്, മനസ്സിലാക്കാത്തത്, ഉൾക്കൊള്ളാത്തത്? അതാണ് വിഷയം. നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഖുർആനുമായി നമ്മൾ എത്ര അടുക്കുന്നോ അത്രയും നാം അതിനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതാണ് ഖുർആന്റെ സവിശേഷത. ഖുർആനെ കുറിച്ച് എത്ര നാം ചിന്തിക്കുന്നുവോ അത്രയും നാം അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താ? ഖുർആനെ കുറിച്ച് പ്രയോഗിച്ച മറ്റൊരു പ്രയോഗമാണ് അദ്ദിക്ർ എന്നത്. അദ്ദിക്ർ, ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനുമുള്ളതാണ് ഖുർആൻ. എന്തൊക്കെയോ അത് ഓർമ്മിപ്പിക്കും. ആ ഓർമ്മിപ്പിക്കലും നമുക്ക് മറന്നുപോകുകയാണ്. അത് മറന്നു പോകുമ്പോഴോ
മറന്നു പോകുമ്പോൾ അള്ളാഹു പറഞ്ഞതുപോലെ വലാകിൻ മത്തഅതഹും വആബാഅഹും ഹത്താ നസു സിക്ർ, അവരെയും അവരുടെ മാതാപിതാക്കളെയും നാം സുഖിപ്പിച്ചു എന്ന് പറയാം. ഇപ്പൊ സംഭവിക്കണതാണ്. നമ്മളൊക്കെ വല്ലാത്ത സുഖത്തിലാണ്, സമൃദ്ധിയിലാണ്. ലോകത്തെ ഏറ്റവും സെക്യൂരിറ്റിയും സമാധാനവുമുള്ള, ഏറ്റവും സുഖമുള്ള ഒരു പ്രദേശത്ത് ദുബായിൽ ജീവിക്കുന്നവരാണ് നാം. അല്ലാഹു തആല നമ്മളോട് പറയാണ്, എത്ര തെന്നു നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഹത്താ നസു സിക്ർ വകാനു ഖൗമൻ ബൂറാ, അതുകൊണ്ട് തന്നെ അവർ ബൂറയായി നശിച്ചു. ഈ സുഖം നമ്മളെ നശിപ്പിക്കും, ഈ സൗകര്യങ്ങൾ നമ്മളെ നശിപ്പിക്കും. എപ്പോൾ നാം ഈ ദിക്റിൽ നിന്ന് അകലുമ്പോൾ. ഈ ദിക്ർ ഒരു വല്ലാത്ത വിഷയമാണ്. ഈ ദിക്റിൽ നിന്ന് അകന്ന മുൻകാല സമൂഹത്തെക്കുറിച്ച് അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവരെ പോലെ നിങ്ങൾ ആകരുത്. എത്ര സ്ഥലത്താണ് അത് പറഞ്ഞത്? ആലോചിച്ചു. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിനെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഖുശൂഉള്ളവരാകാൻ നിങ്ങൾക്ക് സമയമായില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. സമയമായില്ലേ? നമ്മുടെ ഖൽബുകളോടാണ് ചോദ്യം. ആയിനോ ഇല്ലാന്നോ എന്താ നമ്മൾ പറയേണ്ടത്? എന്നിട്ട് വീണ്ടും പറയുന്നു, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും, അവർക്ക് വേദഗ്രന്ഥം കിട്ടി, അവരെ പോലെ നിങ്ങൾ ആകരുത്. കുറെ കാലം കഴിഞ്ഞപ്പോ അതിനെ അവർ അവഗണിച്ചപ്പോ അവരുടെ ഖൽബ് കടുത്തുപോയി, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഖുർആൻ അവഗണിച്ചാൽ ഹൃദയം കടുത്തുപോകും. നമുക്കതാണ് ഈ പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഒരുപക്ഷെ ഇതുകൊണ്ട് ഒരു എഫക്റ്റും ചിലപ്പോൾ ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഖസത്ത് ഖുലൂബുഹും, നമ്മുടെ ഖൽബുകൾ കടുത്തുപോയിരിക്കുന്നു. വകസീറും മിൻഹും ഫാസിഖൂൻ, ഖൽബുകൾ കടുത്തുപോയാൽ നമ്മൾ ഫാസിഖുകളാവും. ഏറ്റവും ചീത്തയായ വാക്കാണ്. ഖുർആനെ കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ, പഠിക്കാതിരുന്നാൽ, ഓർക്കാതിരുന്നാൽ സഹോദരന്മാരെ സംഭവിക്കുന്നത് അതാണ്. നമ്മൾ കടുത്തുപോകും, കടുത്ത ഹൃദയത്തിന്റെ ആളുകളായിത്തീരും. എന്ത് പറഞ്ഞാലും ഏൽക്കാത്ത ഒരവസ്ഥ വരും. ഇത് നമുക്ക് സംഭവിക്കാൻ പാടില്ല. നാം യഥാർത്ഥത്തിൽ ആരായിരിക്കണം? ഖുർആൻ കൊണ്ട് കേൾപ്പിക്കപ്പെട്ടാൽ നമുക്ക് അത് നമ്മുടെ ഖൽബുകളിൽ എഫക്റ്റ് ചെയ്യണം. വഅൻദിർ ബിഹിൽ ലദീന യഖാഫൂൻ, റസൂലിനോട് പറഞ്ഞതാ. വഅൻദിർ ബിഹി, നീ വാണിംഗ് കൊടുക്ക്, താക്കീത് കൊടുക്ക്. ബിഹി എന്താ? ഖുർആനെ കൊണ്ടാ. താക്കീതാണ് ഖുർആൻ. പക്ഷെ അത് ഉപകരിക്കും ആർക്ക്? അല്ലദീന യഖാഫൂന അൻ യുഹ്ശറു ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് ഭയം മനസ്സിൽ ഉള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ഉപകാരപ്പെടുന്നില്ല. എന്താ കാരണം? നമ്മുടെ മനസ്സിലേക്ക് അത് വരുന്നില്ല. നമുക്ക് മാറാൻ സാധിക്കണം. ഞാനൊരു ചെറിയ ഒരു രീതിയാണ് പറഞ്ഞത്. ആ രീതിയിൽ ഖുർആനെ നമുക്ക് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് ഖൽബിലേക്ക് എത്തും. നമ്മൾ ആ മനസ്സ് തുറന്ന്, ഖൽബ് തുറന്ന് അതിലേക്ക് വെച്ച് ഹൃദയത്തിലേക്ക് അതങ്ങോട്ട്, ഹൃദയം കൊണ്ട് ഖുർആനെ കേൾക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും സഹോദരന്മാരെ അത് നമുക്ക് ഗുണം ചെയ്യും. നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു നിയ്യത്തിലായിരിക്കണം ഈ വർഷത്തെ തുടങ്ങണം. നമുക്ക് സമയമുണ്ട്, തീരുമാനിക്കാൻ സമയമുണ്ട്, ചിന്തിക്കാൻ സമയമുണ്ട്. ഖുർആൻ വരുത്തിയ മാറ്റം സമൂഹത്തിൽ നമുക്കറിയാലോ എന്തുമാത്രം ശക്തമാണ്. ആ ഒരവസ്ഥ നമുക്കുണ്ടാകും. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളെ അള്ളാഹു വിളിച്ചത് എങ്ങനെയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആന്റെ ഈ രീതിയിൽ ഖുർആനുമായി സമീപിക്കുന്ന ആളുകളെ വിളിച്ചത് ഇന്ന ലില്ലാഹി തആല അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ചില കുടുംബക്കാരുണ്ട് എന്നാണ്. അഹ്ലീൻ, അഹ്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആരാ? അള്ളാഹിൻ്റെ ഒരു കുടുംബക്കാർ. ആരിലേക്കാണ് ചേർത്തത്? അള്ളാഹുവിലേക്കാണ്. ആരാണ് അവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻഹും, ആരാണ് റസൂലേ? നബിയുടെ മറുപടി, ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തു, അത് അഹ്ലുൽ ഖുർആനാണ്. അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചവരാണ്. എന്തിന്? ഖുർആൻ പഠിക്കാൻ, ഖുർആൻ കേൾക്കാൻ, ഖുർആൻ മനസ്സിലാക്കാൻ, ഖുർആൻ ഉൾക്കൊള്ളാൻ, ഖുർആൻ നെഞ്ചിലേറ്റാൻ, ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ. അത് തീരുമാനിച്ചാൽ നമ്മൾ ആരായി? അഹ്ലുല്ലാഹി വഖാസത്തു, അള്ളാഹിന്റെ കുടുംബക്കാരും അള്ളാഹുവിന്റെ അഹ്ലുകാരായി, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി, വേണ്ടപ്പെട്ടവരായി, പ്രത്യേകമുള്ളവരായി നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. നമുക്കാകണ്ടേ അത്? നമുക്കതാകണമെങ്കിൽ ഈ റമദാൻ നമുക്ക് ആ അഹ്ലുല്ലാഹിൽ പെടാൻ, നമുക്കറിയാലോ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് കുടുംബബന്ധം ഉണ്ടായാൽ നമ്മളെ ബന്ധുവാണ്. നമ്മളെ അമ്മായിൻ്റെ ജ്യേഷ്ഠൻ്റെ മുത്താപ്പാൻ്റെ മോൻ
എങ്ങനെയൊക്കെയോ ഉണ്ടാക്കൂലേ നമ്മൾ ബന്ധം. എന്താ കാരണം? മൂപ്പര് ഇവിടുത്തെ വലിയൊരാളാണ്. അപ്പം അതിലേക്ക് ചേർക്കണം. എന്തൊരു സന്തോഷമാണ് ആളുകൾക്ക് അങ്ങനെ പറയാൻ. നമ്മളപ്പോൾ കുടുംബക്കാരായില്ലേ? ആരെ? ഇയാളെ. എന്തേലും വ്യത്യാസം? ഇവിടെ ആലോചിച്ചോക്കെ, അള്ളാഹുവിൻ്റെ അഹ്ലാകാൻ അള്ളാഹു സൗകര്യം ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് വേണ്ട, നമ്മൾ തീരുമാനിക്കുന്നില്ല. ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് സഹോദരന്മാരെ നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ഒരുക്കി വെച്ചിട്ടുള്ളത് ദറജാത്തുകളായിട്ടാണ്, ഗ്രേഡുകളായിട്ടാണ്, ഉയർന്നു പോകുന്ന പടവുകളായിട്ടാണ്. ആ പടവുകളിലൂടെ കയറിപ്പോകുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്, യുഖാലു ലി സാഹിബിൽ ഖുർആൻ ഇഖ്റഉ. ഖുർആനുമായിട്ട് പരലോകത്ത് ചെന്ന ആൾ, ഖുർആനുമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫോണിൽ, മറ്റേ ഐഫോണിൽ ഖുർആനും കീശയിലിട്ട് പോകാൻ പറ്റും? അവിടെ ഉണ്ടാവില്ലല്ലോ. കുട്ടികൾ വാങ്ങിക്കൂലേ? ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെടുത്ത് വെക്കൂലേ? ഐഫോൺ തരൂല, ഒരു സാധനവും തരൂലല്ലോ. അങ്ങനെയല്ലേ പോണേ. പിന്നെ എങ്ങനെയാണ് ഖുർആന്റെ ആളെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ്? എന്നിട്ട് അള്ളാഹു അവിടുന്ന് പറയണേ, അത് നമ്മൾ കേൾക്കണ ശബ്ദം എന്താ? ഇഖ്റ എന്നാ. വായിച്ചോ. എവിടുന്നാ വായിക്കാം? മുസ്ഹഫിലൂടെ. നമ്മളെവിടെയും കേട്ടിട്ടില്ലല്ലോ പരലോകത്ത് കുറെ മുസ്ഹഫായിട്ട് ഒരാളിങ്ങനെ നമ്മളെ പള്ളിയിൽ മറ്റേ അൽക്കഫിന്റെ ജിൽദ് കൊടുക്കലുണ്ട് ചില പള്ളിയിലൊക്കെ. അങ്ങനെ ഇല്ലല്ലോ. പക്ഷെ അവിടുന്ന് വായിക്കാൻ പറയുന്നുണ്ട്. വായിക്കാൻ മാത്രമല്ല, കേറിക്കോന്നാ പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ മുമ്പിൽ ഇങ്ങനെ സ്റ്റെപ്പ് കാണുന്നുണ്ട്, കയറാനാ പറഞ്ഞു. വറത്തിൽ, ഓതിക്കോ. എങ്ങനെ ഓതാനാ? വീണ്ടും കേൾക്കുക. കമാകുൻത തുറത്തിലു ഫി ദുനിയ. ദുനിയാവിൽ ഓതിയിട്ടില്ലേനോ? അങ്ങനെ ഓതിക്കൂട്. എങ്ങനെ നമ്മൾ ഓതുക? മുസാഹിഫല്ല, ഫോണില്ല, ഒരു സാധനവുമില്ല. എങ്ങനെ ഓതും? ഓതണമെങ്കിൽ നമ്മളെടുത്തത് വേണം. അപ്പോഴാണ് നമ്മൾ വല്ലാത്തൊരു വാക്ക് കേൾക്കുന്നത്, ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ. എടോ, നിനക്ക് സ്വർഗത്തിൽ ഇരിക്കാനുള്ള ഇരിപ്പിടം എവിടെയാണോ നീ അവസാനത്തെ ആയത്ത് ഓതുന്ന അവിടെയാണ്. നമ്മൾ എന്താ ചെയ്യാ? സമയം ഉണ്ടായില്ല എന്ന് പറയാം. അതാണ് ഇവിടെ അടുത്ത് താഴത്തിരിക്കേണ്ടി വരും. നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി. ഇത് വല്ലാത്തൊരു വിഷയമാണ്. എനിക്കിത് പഠിക്കാൻ കഴിയൂല എന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ അവിടെ പറഞ്ഞു, ഒരായത്ത് പഠിച്ചാൽ എന്നാൽ തന്നെ 18 കൊല്ലം കൊണ്ട് പഠിക്കാം. ഒരായത്ത് പഠിച്ചാൽ 18 കൊല്ലം കൊണ്ട് പഠിക്കാം. അതിലിപ്പോൾ നമുക്കൊക്കെ, നമ്മളെ സംബന്ധിച്ചത് നമ്മൾ സാധാരണ കുറേ ഓതുന്നവരാണല്ലോ അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു 100 ആയത്തൊക്കെ നമ്മളെടുത്ത് ഇപ്പം ഉണ്ടാവും. ബാക്കി പഠിച്ചാൽ മതിയല്ലോ. 200 ഉള്ളവരുണ്ടാവും, 300 ഉള്ളവരുണ്ടാവും. ഇതൊരു വല്ലാത്ത ഒരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. കയറിയാൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനല്ല എന്ന് നമ്മൾ പറയരുത്. നമ്മളെപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അഹ്ലുൽ ഖുർആൻ എങ്ങനെയാകാം, അഹ്ലുല്ലാ എങ്ങനെയാകാം, അതായിരിക്കണം എപ്പോഴും നമ്മുടെ ചിന്ത. അവിടെ ആയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ ഓതുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഉദാഹരണം സാധാരണ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. മസലുൽ മുഅ്മിൻ അല്ലദീ യഖറഉൽ ഖുർആൻ കമസലിൽ ഉത്റുജ. ഖുർആൻ ഓതുന്ന വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞു, അവൻ ഉത്റുജ പഴത്തെ പോലെയാണ്. റീഹുഹാ ത്വയ്യിബുൻ വ തഅമുഹാ ത്വയ്യിബുൻ. നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ് ആ പഴം. അതാണ് മുഅ്മിനിന്റെ ഉദാഹരണം. വമസലുൽ മുഅ്മിൻ അല്ലദീ ലാ യഖറഉൽ ഖുർആൻ. മുഅ്മിനാണ് പക്ഷെ ഖുർആൻ ഓതൂല. കമസലി തംറ. തംറ പോലെയാണ് ഈത്തപ്പഴം. ലാ റീഹ ലഹാ തഅമുഹാ ഹുൽവുൻ. നിങ്ങൾ ഈത്തപ്പഴം വാസനിച്ച് നോക്ക്, സ്മെല്ലൊന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് തിന്നാൻ. റുത്തബൊക്കെ അങ്ങനെ തിന്നാൻ എന്താ ടേസ്റ്റ് അല്ലേ? സുക്കരിയൊക്കെ തിന്നാൽ അങ്ങനെയാണ്. ഇനി അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. വമസലുൽ മുനാഫിഖ് അല്ലദീ യഖറഉൽ ഖുർആൻ മസലുർ റൈഹാന. ഖുർആൻ വായിക്കുന്ന മുനാഫിഖിന്റെ ഉദാഹരണം റൈഹാനത്ത് പുഷ്പം പോലെയാണ്. റീഹുഹാ ത്വയ്യിബുൻ, നല്ല സ്മെല്ല. തഅമുഹാ മുർറുൻ, പക്ഷെ തൊള്ളിക്കൊക്കാൻ പറ്റില്ല, കയ്പ. ആരെ കുറിച്ചാണ് പറയുന്നത്? മുനാഫിഖിനെ കുറിച്ച്. മുഅ്മിന്റെ അവിടെ നിൽക്കട്ടെ. ഖുർആൻ ഓതുന്ന മുനാഫിഖ്, ആ മുനാഫിഖിൽ പോലും എന്തുണ്ട്? ഖുർആൻ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ശരിയാണ്, ആ സ്വാധീനം ബാഹ്യമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ബാഹ്യമാണ്. എന്താ? സ്മെല്ലുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ടേസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ പുറത്തു ഉഷാറാണ്. മുനാഫിഖ് അങ്ങനെ ഇരിക്കുമല്ലോ, പുറത്തു ഉഷാറാണ്, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഖുർആനാണ് ഇവനെ ഇങ്ങനെ ഒരു, അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറയാൻ ഖുർആനാണ് കാരണമാക്കിയത്. ഖുർആൻ വായിക്കുന്ന മുനാഫിഖ് പോലും, അവന് പോലും സവിശേഷതയുണ്ട് എന്നർത്ഥം.
നമ്മൾ അവിടെയാണ് നമ്മളെക്കുറിച്ച് സഹോദരന്മാരെ ആലോചിക്കേണ്ടത്, ഓർക്കേണ്ടത്. നമ്മളെന്താ, എത്രയാണ്, എങ്ങനെയാണ് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ എവിടെയാണ് ചെന്ന് നിൽക്കേണ്ടത് ആലോചിക്കാറില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും സഹോദരന്മാരെ ഈ കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇനി അങ്ങോട്ടും ഉണ്ടാകണം. എനിക്ക് ഖുർആൻ ഓതുന്ന മുഅ്മിനാകണം, ഉത്തുർജയുടെ ആളാകണം. അതെ, ഖുർആൻ ഓതുന്ന മുഅ്മിൻ, അവൻ്റെ ഉള്ളും പുറവും അതിമനോഹരമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഓതണം, വായിക്കണം, പഠിക്കണം, മനഃപാഠമാക്കണം, ഒക്കെ നമ്മൾ കുറിച്ചു മതിയോ? പോരാ. കാരണം നമ്മൾ ഗൈഡ് ലൈനാന്നാ പറഞ്ഞത്. ഗൈഡ് ലൈൻ ആണെങ്കിൽ നമുക്കത് ഗ്രാഹ്യമാകണം, മനസ്സിലാകണം, ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയണം, ആലോചിക്കാൻ കഴിയണം, നമ്മൾ അതിലേക്ക് എത്തണം. അതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കേൾവിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്തൊക്കെ പറഞ്ഞത് ഇസ്തമഅ എന്ന പദമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സൂറത്തുൽ ജിന്നിൻ്റെ ആദ്യത്തെ ഭാഗം, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ. ഇസ്തമഅ അറബി ഭാഷയിൽ കേൾക്കുക എന്നുള്ളതിന് പറയേണ്ടത് സെമിഅ എന്നാണ്. ഒരു ത അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇസ്തമഅ എന്നാക്കി, സെമിഅ എന്നല്ല. എന്താണ് ഇസ്തമഅയുടെ സവിശേഷത? 2 ഗുണങ്ങൾ ഇസ്തമഅക്കുണ്ട്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ ഫസ്തമിഉ ലഹു എന്നാണല്ലോ അവിടെയും പറഞ്ഞത്. വഇദാ ഖുരിയൽ ഖുർആൻ ഫസ്മഉ ലഹു എന്നല്ല, ഫസ്തമിഉ ലഹു. ആ താ വെറുതെ വന്നതല്ല, അവിടെ അതിന് കാരണമുണ്ട്. 2 കാര്യങ്ങൾ ആ താ വന്നപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഇസ്റാഉൽ ഖൽബ് എന്നതാണ്. ഖുർആൻ കേൾക്കേണ്ടത് ഹൃദയം കൊണ്ടായിരിക്കണം. ജിന്നുകൾ കേട്ടത് ഹൃദയം കൊണ്ടാണ്, നമ്മൾ കേൾക്കണ മാതിരിയല്ല. നമ്മൾ ചെവി കൊണ്ടാണ് കേൾക്കാറുള്ളത്, അതുപോലെ ഖുർആൻ കേൾക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. രണ്ടാമത്തെ സവിശേഷത വൽ ഖസ്ദു, ഖസ്ദ് വേണം. ഖുർആൻ കേൾക്കാൻ വേണ്ടിയിരിക്കണം. പാട്ട് കേൾക്കണ മാതിരി പോരാന്ന് മാത്രം. കുളിച്ചിട്ട് മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കാറുണ്ടല്ലോ, അതുപോരാ. അത് കരുതിക്കൂട്ടി ഖുർആൻ കേൾക്കാൻ വേണ്ടി ഇരിക്കണം. അതാണ് ഇസ്തമഅ. അങ്ങനെയാണെങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 കാര്യങ്ങൾ നമ്മുടെ സംഭവിച്ചു. ഒന്ന്, നമ്മൾക്ക് ആശയമൊന്നും കിട്ടുന്നില്ല, എന്നാലും നിങ്ങൾ കേട്ടോ. എങ്ങനെ കേൾക്കണം? ഇസ്റാഉൽ ഖൽബ്, ഖൽബ് കൊണ്ട് കേട്ടോ. ആശയം കിട്ടുന്നില്ല എങ്കിൽ പോലും അവിടെയാണ് നമ്മൾ ഗൗരവത്തോടു കൂടി അത് കാണേണ്ടത്. എപ്പോഴും നമ്മളത് കാണും. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മൾ എപ്പോഴും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. അതിന് സമയമില്ല. ഏത് സമയത്തും അല്ലദീന, അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്യുന്നിടത്ത് പറഞ്ഞില്ലേ, ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം എന്ന് വെച്ചാൽ എന്താ? ഫുൾ ടൈം ദിക്ർ. എന്താ? ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അവിടെ ദിക്ർ ഏതാ? നിരന്തരം പറയേണ്ട, ചൊല്ലേണ്ട, ആവർത്തിക്കേണ്ട ദിക്ർ ഏതാ? ഖുർആനാണ്. ഖുർആൻ അങ്ങനെ ആയിരിക്കണം. അത് ഏതെങ്കിലും ഒരു സമയത്ത് നിർത്തിവെക്കുക, അങ്ങനല്ല. നിരന്തരം എല്ലാ സമയങ്ങളിലും. അതിപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് എപ്പോഴും കഴിയുന്ന ഒന്നാണ്. ഏത് സമയത്ത് വേണമെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, 3 ദിവസത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഖുർആൻ നീ വായിച്ച് തീർക്കരുത് എന്നാണ്. 3 ദിവസത്തിൽ കുറഞ്ഞ സമയം കൊണ്ട്. അപ്പം അതിൻ്റെ സ്പീഡിൻ്റെ ഒരു പരിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു. നബിയുടെ വാക്കുകളിൽ നിന്ന് സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയത് 40 ദിവസത്തിലധികം ഖുർആൻ പാരായണം ചെയ്യാതെ കടന്നു പോകരുത് എന്നാണ്. നമുക്കതിൻ്റെ ആ റേഞ്ച് കിട്ടിയല്ലോ. ഒരു വല്ലാത്ത സംഗതി. എന്താ കാരണം എന്ന് വെച്ചാൽ അവസാനിക്കും, മനുഷ്യൻ നശിച്ചു പോകും. അതാണ് കാരണം. ആ ഒരു രൂപത്തിലായിരിക്കണം നാം ഉണ്ടാകേണ്ടത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അവിടെ പറഞ്ഞൊരു വാചകമുണ്ട്, ഖിറാഅത്തുൽ ഖുർആൻ അലൽ വജ്ഹിൽ മഅ്മൂരി ബിഹി. ഖുർആൻ കൽപ്പിക്കപ്പെട്ട രീതിയിൽ നിങ്ങൾ ഖിറാഅത്ത് നടത്തിയാൽ, പാരായണം ചെയ്താൽ, തൂറസുൽ ഖൽബ് അൽ ഈമാൻ അൽ അലീം, ഖൽബിൽ ശക്തിയുള്ള ഈമാൻ ഉണ്ടാകും. അതാണ്. എങ്ങനെയാണത് കൽപ്പിക്കപ്പെട്ട രീതിയിലുള്ള വായന എന്ന് പറഞ്ഞാൽ? കൽപ്പിക്കപ്പെട്ട രീതിയിലുള്ള വായന അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നിർബന്ധമായി 2 കാര്യങ്ങൾ ഖുർആൻ വായിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. 2 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഖുർആനിൻ്റെ പ്രൊനൗൺസിയേഷനാണ്. ഹ ആയിട്ട് ഉച്ചരിക്കണം, ആയിട്ട് ഉച്ചരിക്കണം, ആയിരിക്കണം, ഹ ആയിരിക്കണം. ഒന്നും മാറിപ്പോകരുത്.
മാറിപ്പോകാതിരിക്കാൻ നാം പഠിക്കണം. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇവിടുത്തെ ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷ് പറഞ്ഞവർ നമ്മൾ ഇംഗ്ലീഷ് പറയുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. എങ്ങനെയാ പഠിച്ച്? നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നതല്ലേ? ദുബായിലുള്ള ഒരൊറ്റ മലയാളിയും ഇംഗ്ലീഷ് സംസാരിക്കണ ഇന്ത്യക്കാരൻ സംസാരിക്കണ മാതിരി അല്ലല്ലോ. അത് ഇംഗ്ലീഷുകാരൻ്റെ ഒറിജിനൽ രീതിയിലാണ്. നമുക്ക് സാധിക്കും. നമുക്ക് അള്ളാഹു അങ്ങനെ സവിശേഷത നൽകിയിട്ടുണ്ട്. ഈ നമ്മുടെ ഭാഷയിലുള്ള അക്ഷരങ്ങളുടെ ഒരു സവിശേഷതയാണത്. എന്നിട്ടും നമ്മളിപ്പോഴും ഹായും ഹായും തമ്മിൽ വേർതിരിക്കുന്നില്ല, ആയും ആയും തമ്മിൽ വേർതിരിക്കുന്നില്ല. ഒക്കെ വേർതിരിക്കണം, ഒക്കെ വ്യത്യാസമുണ്ട്. വാജിബാണ്, നിർബന്ധമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ നിർബന്ധമാണ് ലബ്തുശക്കൽ. ലബ്തുശക്കൽ എന്ന് പറഞ്ഞാൽ ഫത്ഹുള്ളടുത്ത് ഫത്ഹായിട്ട് വായിക്കണം, കസ്റുള്ളടുത്ത് കസ്റായിട്ട് വായിക്കണം. എന്താ ഒന്ന് അങ്ങോട്ടായാൽ പറ്റൂല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു കൊടുത്ത് ഇയ്യാക നഅ്ബുദ വായിച്ചൂടാ. എന്തുകൊണ്ട്? അതാണ് അതിൻ്റെ ശരി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. രണ്ട് കാര്യങ്ങൾ ഇത് ഖുർആൻ വായിക്കുന്നവർക്ക് നിർബന്ധമായിട്ടുണ്ടാകണം. എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് ആരും പറയരുത്. പരിശ്രമിച്ചാൽ ആർക്കും കഴിയും. മലയാളിക്ക് ഉച്ചരിക്കാൻ കഴിയാത്ത ഒരൊറ്റ അക്ഷരവുമില്ല. അതാണ് എൻ്റെ സവിശേഷത. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഭാഷയുടെ ഉടമകളാണ് നാം. നമുക്ക് ഏത് ഭാഷയും ഏത് അക്ഷരവും നമുക്ക് ഉച്ചരിക്കാൻ കഴിയും. ഏത് പ്രൊനൗൺസിയേഷനും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നടത്താൻ കഴിയും. നമ്മൾ ഓർക്കേണ്ടത് ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു ഹദീസ്, അൽ മാഹിറു ബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ. വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുന്നവൻ അവനാണ് മാഹിർ ബിൽ ഖുർആൻ. നിപുണനാണ് അയാൾ ഖുർആനിൽ. മാഷാ അല്ലാഹ് എന്ന് പറയും അവൻ്റെ ഒത്തു കേട്ടാൽ. അവൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ. അതാരാ? അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മലക്കുകളാണ്, അവരുടെ കൂടെയാണ്. അവൻ്റെ സ്ഥാനം എവിടെ എത്തി നിങ്ങൾ ആലോചിച്ചു. നമുക്ക് എന്താ പഠിക്കാൻ തടസ്സം? എല്ലാ സൗകര്യവും അള്ളാഹ് ഒരുക്കി തന്നതാണ്. മഅ സഫറത്തിൽ കിറാമിൽ ബററ വല്ലദീ യഖറഉൽ ഖുർആൻ വയതഅതഉ ഫീഹി. ചില ആളുകളുണ്ട് ഖുർആൻ ഓതും, ഇങ്ങനെ വീണും എണീറ്റും അങ്ങനെ പോകും ഖുർആൻ. കുറെ തെറ്റും കുറെ ശരി. വഹുവ അലൈഹി ഷാഖുൻ. അവന് ഭയങ്കര പ്രയാസത്തിലാണ് ഓതുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചൈനക്കാരൊക്കെ ഖുർആൻ ഓതുന്നത്. അല്ലെങ്കിൽ ഫിലിപ്പീന് ഖുർആൻ ഓതി അങ്ങനെ ഉണ്ടാവും. ആലോചിച്ചു. എല്ലാവരെ പറ്റിയല്ല കേട്ടോ പറയുന്നത്. ഫിലിപ്പീനിലും ചൈനയിലൊക്കെ മനോഹരമായ കാര്യങ്ങളുണ്ട്. നമ്മളെക്കാൾ മനോഹരമായി ഖുർആൻ വന്നു. പക്ഷെ അവരുടെ ഭാഷയുടെ ഒരു സവിശേഷത നമുക്ക് അറിയാം. അവർക്ക് സാധാരണ ആളുകൾ പറയുന്ന അക്ഷരങ്ങൾ പലതും ഉച്ചരിക്കാൻ കഴിയില്ല. പക്ഷെ ഖുർആൻ അവർ മനോഹരമായിട്ടു. ശരി, ഇനി അങ്ങനെ മനോഹരമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, അവർക്ക് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹിന്റെ വാചകം ലഹു അജ്റാൻ, 2 കൂലിയുണ്ട്. നമുക്കല്ല കേട്ടോ. ആർക്കാ 2 കൂലി? ഇങ്ങനെ വായിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് കഴിയും. പക്ഷെ നമ്മൾ വായിക്കണം പഠിക്കണില്ല. എന്താ റസൂൽ പറഞ്ഞിട്ടുണ്ട്? ലഹു അജ്റാനി, 2 കൂലിയുണ്ട്. എനിക്ക് 2 കൂലി കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യില്ല? പഠിക്കണില്ല. നമുക്കല്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആളുകൾക്ക് അവർ മാക്സിമം ശ്രമിച്ചു. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യില്ല? പഠിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകൾക്ക് ലഹു അജ്റാൻ. ഏതാ 2 കൂലി? ഒന്ന് അജ്റുൽ ഖിറാഅ, 2 അജ്റുൽ മശഖ്ഖ. ഖുർആൻ ഓതിയാലുള്ള പ്രതിഫലമുണ്ട്, ആ പ്രയാസം അനുഭവിച്ചതിനുള്ള പ്രതിഫലം. നമ്മളെപ്പോഴും ഓർക്കണം സഹോദരന്മാരെ, ഈ രീതിയിലുള്ള ഒരു പഠനം. അങ്ങനെ ഖുർആൻ നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ആലോചിക്കാൻ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഇന്നത്തെ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞ ഒരു വിഷയവും നമ്മളാരും എന്ത് ചെയ്യാറില്ല? ചിന്തിക്കാറില്ല. ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞ ഒരു വിഷയവും നമ്മൾ ചിന്തിക്കാറില്ല. എന്നാലോ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ വിഷയം നമ്മൾ ധാരാളമായി ചിന്തിക്കുകയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വല്ലാത്ത ഒരു പ്രയാസമാണ്. ഇന്ന് നമ്മളെയൊക്കെ യഥാർത്ഥത്തിൽ ഖുർആൻ പഠനത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തന്നെയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളോട് പഠിക്കാൻ പറഞ്ഞത് പഠിക്കാൻ നമ്മൾ തയ്യാറായില്ല. അല്ലാഹു തആല സൂറത്ത് ആല ഇംറാനിലെ 7-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഹുവല്ലദീ നസ്സല അലൈക്കൽ കിതാബ്, അവനാണ് നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. റസൂലിനോട് പറയാം, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാത്തുൻ മുഹ്കമാത്ത്, അതിൽ ചില ആയത്തുകളെ മുഹ്കമാത്തുകൾ എന്ന് പറയാം. മുഹ്കമാത്ത് എന്ന് പറഞ്ഞ ഖുർആൻ 2 തരം ആയത്തുകളുണ്ട്. ഒന്നാമത്തേതാണ് മുഹ്കമാത്ത്, വളരെ വ്യക്തമാണ്, ഖണ്ഡിതമാണ്, സംശയമില്ല. ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾക്കറിയാലോ, ഖുർആനിൽ 70 ചില്ലാനം സ്ഥലങ്ങളിൽ ആലോചനയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മുഹ്കമത്തുകളായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, ആ മുഹ്കമത്താണ് ഉമ്മുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിന്റെ മൗലികമായ ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം മുഹ്കമാത്തുകളാണ്, ഖുർആന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇനി രണ്ടാമത്തെ ഒരു സാധനമുണ്ട്, വഉഖറു മുതശാബിഹാത്ത്. രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് മുതശാബിഹാത്താണ്. രണ്ട് പദവും നമ്മൾ പഠിച്ചു വെക്കണം. ഒന്ന് മുഹ്കമാണ്, രണ്ട് മുതശാബിഹാണ്. മുഹ്കം എന്ന് പറഞ്ഞാൽ സുദൃഢമായത്, വ്യക്തമായത്, ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്, പഠനം നടത്തേണ്ടത്. മുതശാബിഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയത്തിൽ സാദൃശ്യമുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണ്ട, ആലോചിക്കണ്ട. ഇനി വേറെ ചില ഉദ്ദേശമുണ്ട് ആ മുതശാബിഹാത്തുകൾ വന്നേന്. അള്ള പറഞ്ഞത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാണ്, നിങ്ങൾ വാശിയൊന്നും പിടിക്കണ്ട. നിങ്ങൾ വാശി പിടിക്കേണ്ടത് മുഹ്കമത്ത് മനസ്സിലാകാനാ. മുതശാബിഹാത്ത് എന്തിനുള്ളതാണ്? കൽബുകളിൽ, ഹൃദയങ്ങളിൽ വക്രതയുള്ളവർ. നമ്മളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാവും. അള്ളാഹ് സൃഷ്ടിച്ചതാണ് എല്ലാവർക്കും ഹൃദയം. പക്ഷെ ചിലരെ അള്ളാഹു സലീമായ കൽബിന്റെ ഉടമയാക്കിയിട്ടുണ്ട്. അവര് മുഹ്കമാത്തിന്റെ പിന്നാലെ പോകും. സലീമല്ലാത്ത, അത്ര ശരിയില്ല ഓൻ എന്ത് ചെയ്യും? അവൻ ഇത്തരത്തിലുള്ള മുതശാബിഹാത്തുകളുടെ പിന്നാലെ പോകും. എന്തിനാ പോണ്? നമ്മൾ വിചാരിക്കുമ്പോൾ മഹാപണ്ഡിതനാണ് അതുകൊണ്ട് പോകുക. മുതശാബിഹാത്തുകളുടെ പിന്നാലെ പോയിട്ട് ഭയങ്കര ചർച്ചയാണ്. ഖുർആനിൽ ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറഞ്ഞ ഒരുപാട് ഭാഗമുണ്ട്. അതൊന്നും മൂപ്പർക്ക് വിഷയമല്ല. മൂപ്പരുടെ വിഷയം എന്താ? മൂപ്പരുടെ വിഷയം മൂസാ നബിയുടെ വടി. ആ വടി കൊണ്ട് അടിച്ചപ്പം എങ്ങനെയാ വെള്ളം വന്നത്? എങ്ങനെയാ വെള്ളം വന്നത്? നിങ്ങളോട് ആരോടെയും പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ലല്ലോ. അഫലാ യഅഖിലൂൻ പറഞ്ഞു, അഫലാ തതഫക്കറൂൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മൂപ്പര് മുഴുവൻ അവിടെ നിൽക്കണം. എവിടെ? ഈ വടിമേല്. എന്നിട്ടോ ആ വടി എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് സീനാ മലമുകളിലൂടെയുള്ള മുഴുവൻ വൃക്ഷങ്ങളിലൂടും ആ വടി കൊണ്ട് മൂസ അടിച്ചിട്ടുണ്ട്. കാരണം മൂസാന്റെ കൂടെ കുറെ ആടുകൾ ഉണ്ടായിരുന്നു, അവക്ക് ഇല കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പലതരം ഇലകൾ. അപ്പൊ എന്തുണ്ടായി? പലതരം ഇലകൾ ഒരേ വടി കൊണ്ട് അടിച്ചപ്പോൾ അതിൻ്റെയൊക്കെ അംശങ്ങൾ എവിടെ പറ്റി? ഈ വടിമ പറ്റി. അപ്പൊ ആ വടിക്ക് ഒരു വമ്പിച്ച തരം കെമിക്കൽ ആക്ഷൻ ഉണ്ടാക്കാവുന്ന രീതിയിൽ ആ വടി മാറി. എന്നിട്ട് ആ വടി കൊണ്ട് അടിച്ചപ്പോ എന്തായി? ഇതെന്താ? എന്തിനാണ് ഇയാൾ ഈ വ്യാഖ്യാനം പറഞ്ഞത്? ആരാകട്ടെ, പറഞ്ഞതാരായിക്കോട്ടെ, നമുക്കൊരു വിഷയമല്ല. ഇതൊന്നും മാത്രമല്ല, അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ. ഈ ആളുകൾ ഇതിന്റെ പിന്നാലെ പോകും. രണ്ട് ഉദ്ദേശം ഉണ്ടാകാം. ഒന്ന് ഇബ്തിഗാ അൽ ഫിത്ന, ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട്. അതിന്റെ അർത്ഥം ഞാൻ പറയണ്ടല്ലോ. ഫിത്ന എന്നുള്ളതിന്റെ അർത്ഥം വേറെ ഒരു ചിന്തയും ഉണ്ടാവില്ല. ഫിത്ന ഭയങ്കരമായ സ്വീകരണം ഉണ്ടാവും. ആർക്ക്? ഇയാൾക്ക്. എന്താ കാരണം? ഇയാൾ മുസ്ലിം സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നു എന്നതിന് കാരണം. രണ്ടാമത്തെ കാരണം അല്ലാഹ് പറയട്ടോ, ഞാൻ പറയണല്ല. ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള പൂതി കൊണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു തന്നോ മൂസന്റെ വടിക്ക് ഇങ്ങനെയാണ് കാരണം? പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞു. ഒരു ഉദാഹരണം കേട്ടോ ഞാൻ പറഞ്ഞ്. മൂസാ നബിന്റെ വടിയുമല്ല, ഒരുപാട് സംഗതികളുണ്ട്. ഇവർക്ക് എന്താ ആവശ്യം? ദുർവ്യാഖ്യാനം നടത്തണം. എന്തിനാ ദുർവ്യാഖ്യാനം നടത്തണേ? മുഹമ്മദ് നബിക്ക് മനസ്സിലായതിനേക്കാൾ ഈ മുസ്ലിയാർക്കോ മൗലവിക്കോ മനസ്സിലായി. സഹാബികൾക്ക് മനസ്സിലായില്ല, ഇയാൾക്ക് മനസ്സിലായി. എന്നിട്ട് അല്ലാഹ് തന്നെ പറയാണ്, ഈ സാധനങ്ങളുടെ അവസ്ഥ എന്താ വെച്ചാൽ വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, ഇതിന്റെ വ്യാഖ്യാനം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയൂല. എന്നാലും പറ്റൂല, ഞമ്മക്ക് മനസ്സിലാകണം. നമുക്ക് മനസ്സിലാകും. ഈ ഇതിമ മുട്ടി നിന്നു നമ്മളെ ചർച്ച മുഴുവൻ. നിങ്ങൾ ആലോചിച്ചു, മനുഷ്യന് മനസ്സിലാകാത്ത കാര്യങ്ങൾ, മുതശാബിഹാത്തുകളുണ്ട്, ഐബിയാത്തുകളുണ്ട്. അത് ചർച്ച ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചർച്ച മുഴുവൻ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം തരംതാന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? എന്തുമാത്രം എന്ന് ചോദിച്ചാൽ, ചില വിശ്വാസ കാര്യങ്ങൾ അപ്രകാരം വിശ്വസിക്കാൻ കടപ്പെട്ടവനാണ് മുസ്ലിം. അത് മുഹ്കമായ ആയത്തുകളല്ല, അത് ഗൈബിയാത്തുകളാണ്. അതിന്റെ പിന്നാലെ നിങ്ങൾ അധികം പോകരുത്. എന്താണ് മലക്ക്? നിങ്ങൾ പറയും, എന്താ മലക്ക്?
നമ്മളോട് പറഞ്ഞു മലക്കെന്താന്ന് ആലോചിക്കാൻ? പറഞ്ഞിട്ടില്ല. എന്താ ജിന്ന്? നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്താ ശൈത്താൻ? എന്താണ് സിഹർ? ഇപ്പൊ കാര്യമായിട്ട് ചർച്ച ഈ 5-6 സാധനങ്ങൾ. ഇതൊക്കെ നമുക്ക് അറിയാം എന്താന്നുള്ളത്. എന്തൊക്കെ അറിയാം നമുക്ക് അതിനെക്കുറിച്ച്? നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്ത ഒന്നുമില്ല. എന്താ ഉമ്മുൽ കിതാബ്, വിശുദ്ധ ഖുർആന്റെ മൗലികമായ ഭാഗം ചിന്തിക്കുന്നതിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും അതിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റം വരുന്നതിൽ നിന്നും ഈ സമൂഹത്തെ തടയാൻ വേണ്ടി ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട് ചില ആളുകൾ ഉണ്ടാക്കിയ സംവിധാനമാണ് ഇത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഖുർആന്റെ മൗലികമായ ഭാഗം അവിടെ കിടന്ന് അതിനെപ്പറ്റി ആർക്കും ചർച്ചല്ല. അതെങ്ങാനും ചർച്ച നടത്തിയ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇസ്ലാമിലേക്ക് വരും. നമ്മുടെ ഹൃദയം മാറും, ജീവിതം മാറും, സമൂഹത്തിന്റെ രൂപവും സ്വഭാവവും മാറും. ഒരു സംശയം ആർക്കും വേണ്ട. പക്ഷെ അതിനെപ്പറ്റി ചർച്ചയല്ല. അല്ലാഹു തആല അവസാനം പറഞ്ഞൊരു വാചകം, വറാസിഖൂന ഫിൽ ഇൽം, അഗാധമായി ജ്ഞാനമുള്ളവർ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടായി വിശുദ്ധ ഖുർആൻ പഠിച്ച് അഗാധമായി ജ്ഞാനമുള്ളവർ, യഖൂലൂൻ, അവര് പറയും, ആമന്നാ ബി, സിഹർ എന്താന്നോ? ഞങ്ങൾക്കറിയാം എന്താ സിഹർ. എന്താ സിഹർ? സിഹർ എന്ന് പറഞ്ഞാൽ മഹാപാപങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ വിശ്വസിച്ചു. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞെന്ന്. എന്താ മലക്ക്? മലക്ക് അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. മലക്ക് എന്ന് പറഞ്ഞാൽ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിച്ചത് ചെയ്യാൻ മാത്രം കഴിയുന്ന, ധിക്കരിക്കാൻ കഴിയാത്ത, ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബാ, 2, 3, 4 അതിലേറെ ചിറകുകളോ ഉള്ള പ്രത്യേകതരം പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച ജീവികൾ. ബസ്, അതിന്റെ അപ്പുറം നിങ്ങൾ ചർച്ചയ്ക്ക് പോണ്ട, നിങ്ങൾക്ക് പറ്റൂല. വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബി, ഞങ്ങൾ വിശ്വസിച്ചു. അല്ലാഹു തആല വ്യക്തമായിട്ട് അതിന് ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞത് ജിന്നും മലക്കും പിന്നെ സിഹറൊന്നും അല്ല. ഞാൻ അതിലേക്ക് പോയത് എന്താ വെച്ചാൽ നമ്മളെ ചർച്ച അതാണെന്നുള്ളതുകൊണ്ട്. അല്ലാഹു തആല പറഞ്ഞ ഉദാഹരണം, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. എന്ത് രസാണെന്ന് അറിയാം. അവര് വന്ന് ചോദിച്ചു നബിയെ നിങ്ങളോട്, എന്താണ് ജീവൻ, ആത്മാവ്? ആരും പോയിട്ടില്ലല്ലോ ഗവേഷണത്തിന്, ആരും പോയില്ല. മലക്കിനെ പറ്റി പറഞ്ഞവരോ, എനിക്ക് അത്ഭുതം തോന്നും. ഈ വടിയെക്കുറിച്ചും മുഅ്ജിസത്തുകളെ കുറിച്ചുള്ള ഗവേഷണമാണ് ചിലർ നടത്തിയത്. മൂസാ നബിയുടെ കയ്യിനെ കുറിച്ച് പറയുന്നുണ്ട്, ഉറുമ്പ് സംസാരിച്ചതിനെ കുറിച്ച് സംസാരമുണ്ട്, ഹുദ്ഹുദിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ എന്താ സഹോദരന്മാരെ, എന്താ ഇതൊക്കെ? അല്ലാഹു തആല ഇതിന് ഉദാഹരണം പറഞ്ഞത് യസ്അലൂനക അനിർ റൂഹ്, അവര് നിന്നോട് ചോദിച്ചില്ലേ ആത്മാവിനെ കുറിച്ച്, ജീവനെ കുറിച്ച്. ഖുൽ, നബിയെ നിങ്ങൾ ഒറ്റ കാര്യം പറയേണ്ടതുള്ളൂ, അർറൂഹു മിൻ അംരി റബ്ബി, ജീവൻ. എന്താ ഡെഫിനിഷൻ? ഖുർആൻ ഒറ്റ നിർവചനമേ ഉള്ളൂ, മിൻ അംരി റബ്ബി, അതാണ് ഖുർആൻ നിർവചനം. എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ റബ്ബിൻ്റെ സ്വന്തം കാര്യമാണ്. ഡിസ്കസ് ചെയ്യണ്ട, ചർച്ച വേണ്ട, ചിന്ത വേണ്ട, ഗവേഷണം വേണ്ട. എന്തുകൊണ്ട് വേണ്ട? വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് കുട്ടികളെ കുറച്ചേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്ന ജ്ഞാനം കൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നിട്ട് കാര്യമായിട്ട് നേരം വെളുത്താൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രസംഗവും ഒക്കെ എന്താ, സിഹർ ഫലിക്കോ, ഫലിക്കൂലേ, ഫലിച്ചാൽ അങ്ങനെയാവോ, ഫലിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയാവോ, ചർച്ച. ജിന്ന് എന്താവും, ജിന്ന് കൂടോ, ശൈത്താൻ കൂടോ, കൂടിയാൽ ഇറക്കാൻ പറ്റോ? ഈ പറയണവനറിയോ? ചർച്ച ചെയ്യണവനറിയോ? നിങ്ങൾക്ക് കുറച്ചേ തന്നിട്ടുള്ളൂ കൂട്ടരെ ജ്ഞാനം. ആ തന്ന ജ്ഞാനങ്ങൾ ഇമ്മാതിരി ഫിത്നക്കല്ല ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ആരാകണം? വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബി കുല്ലും മിൻ ഇൻദി റബ്ബിനാ. ഇതൊക്കെ ഞങ്ങളെ റബ്ബ് പറഞ്ഞതാ, അതുകൊണ്ട് ബസ് മാഫി കലാം, ഞങ്ങളില്ല സംസാരിക്കാൻ. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് എന്താ ഉദ്ദേശം? നിങ്ങൾക്ക് 2 ഉദ്ദേശമുള്ള, ഒന്ന് ഇബ്തിഗാ അൽ ഫിത്ന, 2 വബ്തിഗാ ഉത്തവീൽ. ഫിത്ന ഉണ്ടാക്കണം, ദുർവ്യാഖ്യാനം ഉണ്ടാക്കണം. ഞങ്ങളില്ല. ഞങ്ങളൊരു വാചകം പറയും, അതെന്താ? വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്. ഇതിന്റെ വ്യാഖ്യാനം അല്ലാഹ്ക്കേ അറിയൂ, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ.
അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെയല്ലേ സഹാബത്ത് ജീവിച്ചത്? ആരെങ്കിലും ചോദിച്ചോ? നമ്മളെ ഈ മനുഷ്യന്മാർ ചോദിക്കണ ചോദ്യം ആലോചിക്കേണ്ട വിഷയമാണ്. ചോദിച്ചോ? കൂടുവോ കൂടൂലേ, ഇറങ്ങോ ഇറങ്ങൂലേ, പറ്റുമോ പറ്റൂലേ, നശിക്കോ നശിക്കൂലേ? ചോദിച്ചില്ലല്ലോ. എന്തേ ചോദിക്കായിരുന്നു? അതൊക്കെ പഠിപ്പിക്കണം എന്നാ. പഠിപ്പിക്കണം എന്ന് പറഞ്ഞ വിഷയം ഉണ്ടോ? ഞാൻ പറഞ്ഞു 70 ചില്ലാനം സ്ഥലങ്ങളിൽ ചിന്തിക്കാനും പഠിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഖുർആൻ. അതൊക്കെ പഠിക്കി, അതൊക്കെ വായിക്കുക. നമുക്ക് എന്നാൽ ഖൽബിലേക്ക് ഈമാൻ വരും, ജീവിതം മാറും, സമൂഹം മാറും, ലോകം മാറും, നമ്മൾ മാറും. ഇമാതിരി ഒരു ചർച്ച ഉണ്ടാവില്ല, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാവില്ല, അനൈക്യം ഉണ്ടാവില്ല, ചിത്രത ഉണ്ടാവില്ല. നിങ്ങൾ കേൾക്കണോ? അടുത്ത ആയത്ത് എന്താ? ഒരു വല്ലാത്ത ആയത്താ. 8ാമത്തെ ആയത്ത് സൂറത്ത് ആല ഇംറാനിലെ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ഉണ്ടാകുക? തെറ്റിപ്പോവും. കാരണം എന്താ? ചർച്ച മാറി. ചർച്ച ഇതെന്തിനേന്ന് പറഞ്ഞില്ലേ? ലഅല്ലക്കും, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാനാണ്. എന്ത്? ഖുർആൻ എന്ന് പറഞ്ഞു. നമുക്ക് എന്താ ഉണ്ടായത് ഖുർആൻ കൊണ്ട്? തെറി, ചീത്ത, പുളി, എന്തൊക്കെയുള്ളത്? ഇല്ലാത്തൊന്നുമില്ല. ഉണ്ടാകണം എന്ന് പറഞ്ഞ സാധനമോ ഉണ്ടായതുമില്ല. അല്ലാഹു തആല പറയാം നമ്മളോട് പ്രാർത്ഥിക്കാനത് കഴിഞ്ഞിട്ട്, പ്രാർത്ഥിച്ചോളി മക്കളെ. എന്ത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഹിദായത്ത് കിട്ടിയ ശേഷം ഞങ്ങളുടെ ഹിദായത്തിനെ നീ മാറ്റിക്കളയരുത് റബ്ബേ. ഞാൻ അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈ റമദാൻ സാധാരണ റമദാൻ ആകരുത്. ഒരു ചെറിയ മാറ്റം വേണം. എല്ലാ റമദാനിലും ഖുർആൻ നമ്മളാണ് തുടങ്ങല. 1ാമത്തെ ദിവസം സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് ഫാത്തിഹ മുതൽ തുടങ്ങണ്ടെന്നൊന്നുമല്ല ഈ പറഞ്ഞത്. പക്ഷെ ഒരു മാറ്റം വേണം തുടക്കത്തിന്. വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. 2, എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഖുർആനിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ട് അതല്ല പഠിക്കേണ്ടത്. അത് പഠിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. മനസ്സിലാകാത്ത വിഷയങ്ങൾ, ഉലൂമുൽ ഗൈബിയ്യാത്ത്, അത് എങ്ങനെയാണോ അങ്ങനെ വിശ്വസിച്ചോളാം. അതിന്മേൽ കയ്യനെ വെക്കാൻ പോകരുത്. ചർച്ചല്ല ഇത്. നിങ്ങൾക്ക് വേണോ ചർച്ച ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങൾ? അത് ഇഷ്ടം പോലെ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات. ഒരു ചർച്ച എവിടെയും കേൾക്കാമല്ലോ. ഉണ്ടോ? ഒരു ചർച്ചയില്ല. ചർച്ച ചെയ്യാൻ പറഞ്ഞത് അതാണ്. അത് ചർച്ച ചെയ്യാം. അപ്പൊ ഈമാൻ വർദ്ധിക്കും. നമ്മൾ പറയും അറിയാതെ റബ്ബന മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞാൻ അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ അടുക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു